പരീക്ഷാ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയുടെയൊക്കെ എഴുതുന്ന സമയത്തും അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തും ഒക്കെ നമ്മുടെ ഒരുപാട് കുട്ടികൾ അവഹേളിക്കപ്പെടുകയും മണ്ടരാക്കപ്പെടുകയും ഒരുപാട് വേദനിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെയൊക്കെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യുകയും അവരുടെ ആത്മവിശ്വാസം കെടുത്തുകയൊക്കെ ചെയ്യും. അവർക്ക് ആരും ഇല്ലാത്തൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾ അവരുടെ കൂടില്ല, സ്കൂളും അവരുടെ കൂടില്ല. പലപ്പോഴും അവർ ഒരു വൈകാരിക അനാഥത്വം അനുഭവിക്കാറുണ്ട്, ഒരു ഇമോഷണലി ഓർഫൻ സ്റ്റേറ്റ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പരീക്ഷകൾ എപ്പോൾ വരുമ്പോഴും ആ സമയത്തൊക്കെ ദുഃഖിക്കേണ്ടി വരുന്ന, വേദനിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവഹേളിക്കപ്പെടുന്ന ധാരാളം കുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. കാരണം ആ പരീക്ഷ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഫിറ്റാകാത്ത കുട്ടികളെല്ലാം നമ്മൾ അതിക്രൂരമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇത് സമൂഹത്തിന് ഒട്ടും നല്ലതല്ല. മാതാപിതാക്കൾ പോലും അത്തരം കുട്ടികളെ ആ സമയത്ത് കൈയൊഴിയുകയാണ്. കാരണം ആ ഒരു പിതാവാണ്, മാതാവാണ്, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ടത് നമ്മളാണെന്നൊക്കെ പലപ്പോഴും അവർ മറന്നു പോവുകയാണ്. അധ്യാപകർ പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികളെ മണ്ടരാണ് അല്ലെങ്കിൽ കൊള്ളാത്തവരാണ് എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ വ്യത്യസ്തമായ ചില മാതാപിതാക്കളും അധ്യാപകരും ഒന്നും ഇല്ല എന്ന് ഞാൻ എന്ന് കണ്ടിട്ടല്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുണ്ട്, നന്മയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുവെ നമുക്ക് സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം, മാതാപിതാക്കളുടെ സമ്മർദ്ദം അധ്യാപകരിലോ, അധ്യാപകരുടെ സമ്മർദ്ദം മാതാപിതാക്കളിലോ ഒക്കെ വന്ന് എല്ലാവരും കുട്ടികളെ കൈവിടുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് പഠിക്കാൻ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾ ഈ പരീക്ഷാ സമയത്ത് പലപ്പോഴും ഒരു അനാഥത്വം അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു വൈകാരിക അനാഥത്വം അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഓർഫൻ സ്റ്റേറ്റ് എന്ന് പറയും. ഇത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് പഠിക്കാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റി തന്നെ ഒരു ഫാക്ടറാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ എഴുതാനും വായിക്കാനും കണക്ക് ചെയ്യാനും ഒക്കെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുമാത്രമായിരിക്കും അവരുടെ ബുദ്ധിമുട്ട്. അവർക്ക് ചിലപ്പോൾ മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള കഴിവ്, പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്, ലീഡർഷിപ്പ് എടുക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ടായെന്ന് വരും. അപ്പോൾ ആ എഴുതാനും വായിക്കാനും കണക്ക് ചെയ്യാനുമുള്ള ഏരിയയിൽ ഒരു കുറവ് കൊണ്ട് മാത്രം നമ്മൾ അവരെ ഒന്നിനും കൊള്ളാത്തവരായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത്തരം കുട്ടികളുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും എല്ലാം നശിച്ച് അവർ വളരെ ഒരു ലോ സെൽഫ് എസ്റ്റീമുള്ള, ഒരു ലോ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായി മാറുന്നു. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്, ഇവർക്കൊരു വിലയില്ലാതെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെ വിലയുള്ളിടത്തേക്ക് പോവും. പലപ്പോഴും അവർ വഴിതെറ്റി മോശപ്പെട്ട മേഖലയിലൊക്കെ പോയിട്ട് അവിടെ കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കയ്യടി വാങ്ങിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ചെയ്ത് കയ്യടി വാങ്ങിക്കാനൊക്കെ അവർ ഇറങ്ങി തിരിച്ചു വന്നു വരാം. അപ്പോൾ ഇതിന് വലിയ ദോഷമാണ് ഇതിലൂടെ നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ADHD പോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ പഠനത്തിൽ പുറകോട്ട് പോകുന്നു. പക്ഷേ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ആ എനർജിയെ നമുക്ക് പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്താൽ കളികളിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഒക്കെ അവർ ചിലപ്പോൾ വളരെ പ്രോ സോഷ്യലായിരിക്കും. സമൂഹത്തിലൊക്കെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള വലിയ കരുത്തും ധൈര്യവും കഴിവുള്ള കുട്ടികളായിരിക്കും. പക്ഷേ അവരിത്തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ അവരൊരു ആൻറ്റി സോഷ്യലൊക്കെ ആവാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും റിറ്റാർഡേഷനുള്ള കുട്ടികൾ, അതുപോലെ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പഠനത്തിൽ പുറകിൽ നിൽക്കുന്ന കുട്ടികൾ, മാനസികമായ വൈകാരികമായ സ്വഭാവപരമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പഠനത്തിൽ പുറകോട്ട് പോകുന്ന കുട്ടികൾ, ഈ കുട്ടികൾക്കൊക്കെ ഈ ലോകത്ത് ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ മണ്ടരാണ്, കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വലിയൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ നമുക്ക് സോഷ്യലി യൂസ്ഫുൾ ആക്കി എടുക്കാനുള്ള വലിയൊരു പോസിബിലിറ്റി ഇല്ലാതാവുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ കുട്ടികളൊന്നും ഈ സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്റി ഉള്ള ലൈഫിൽ എത്താനുള്ള സാധ്യതകളും ഇല്ലാതാക്കി കളയുന്നു. വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് പരീക്ഷാകാലത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാ മാതാപിതാക്കളും സ്കൂളുകളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് സിസ്റ്റത്തിനകത്ത് പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെയൊക്കെ കൊള്ളരുതാത്തവരായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു നയമാണ്, വളരെ മോശമായ കാര്യമാണ്. ഇപ്പോൾ 2-3 ചിന്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ പഠിക്കാൻ മിടുക്കരായ കുട്ടികളെ മാത്രം പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകരെന്ന് തന്നെ വിളിക്കാൻ കഴിയില്ല എന്നാണ് സ്വാമി നിത്യചൈതന്യയതിയുടെ വാക്കുകൾ. അപ്പം നിങ്ങൾ കുറച്ച് മിടുക്കരെ പഠിപ്പിക്കാനായിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അധ്യാപകരല്ല. അപ്പം അധ്യാപകരെന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു കുട്ടിയെ അവനെ മനസ്സിലാക്കി അവൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് അനലൈസ് ചെയ്ത് അവൻ പഠിക്കുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവനെ മിടുക്കനാക്കി എടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനെയാണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ മേന്മ അതാണ്. പല സ്കൂളുകളും വളരെ റിജിഡാണ്. അവരൊരു സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നു, അതിൽ പറ്റുന്നവരെ എല്ലാവരും ഓക്കെ എന്ന് പറയുന്നു, പറ്റാത്തവരെ എല്ലാവരും മണ്ടരാണ്, കൊള്ളാത്തവരാണെന്ന് പറയുന്നു. അത് തെറ്റായ രീതിയാണ്. ചില ആൾക്കാർ പ്രായോഗികമായ കാര്യത്തിലായിരിക്കും അവർക്ക് കഴിവുകളുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റത്തിനകത്തൊക്കെ അത്തരത്തിലുള്ളൊരു അക്കോമഡേഷൻ വരണം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ചെയ്ത് ചില അസൈൻമെൻറ്റ്സുകളിലൂടെയൊക്കെ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരങ്ങൾ വേണം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ കൊള്ളാത്തവരാണെന്ന് അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കാനുള്ള, അവരെ ഒരു ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടിക്കൊരു ഡിഗ്നിറ്റിയോടെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ, എത്ര പുറകിൽ നിൽക്കുന്നൊരു കുട്ടിയാണെങ്കിലും അവൻ ഡിഗ്നിറ്റി ഉള്ളവനാണ്, വാല്യൂ ഉള്ളവനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും മിടുക്കനായി തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, ചില കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കും. കഴിവില്ലാത്തതുകൊണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും, അതിനൊരു മോട്ടിവേഷൻ ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവത്തിനകത്ത് കുട്ടി പെട്ടുപോയതുകൊണ്ടായിരിക്കും. ഇവരെയൊക്കെ നമുക്ക് റിഫോം ചെയ്യാനായിട്ട് സാധിക്കും. പഠന വൈകല്യമുള്ള കുട്ടികളെ പോലും നമുക്ക് റിഫൈൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, റിഫോം ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ADHD ഉള്ള കുട്ടികളെയൊക്കെ സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് ചെയ്താൽ അവരെ അതിൽ നിന്നൊക്കെ ബെറ്ററാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റിന് അവരെ വിടാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുട്ടികളെ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ കൊള്ളരുതാത്തവരാണ്, വിലയില്ലാത്തവരാണെന്ന് പറയുന്നത് വളരെ മോശമാണ്. ഏറ്റവും പ്രധാനമായൊരു കാര്യം, മാതാപിതാക്കൾ പലപ്പോഴും ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇന്ന് എന്നെ വിളിച്ചൊരു പേരൻറ്റ് പറഞ്ഞു അവൻ 9ലാണ് പഠിക്കുന്നത്, യാതൊന്നും പഠിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയണം, പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ന് കുട്ടി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ 9ാം ക്ലാസ്സിൽ അവന് പഠിത്തമില്ല, അല്ലെ അവന് യാതൊരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി നമ്മുടെ ഒരു പാരൻറ്റിങ്ങിൻ്റെ റിസൾട്ടാണ്, അല്ലെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ റിസൾട്ടാണ്. ആ കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥയുടെ ഉത്തരവാദിത്വം നമ്മളാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ ആ കുട്ടിയിൽ വേണ്ട ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിൽ, എത്രയും നേരത്തെ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നു അത്രയും നേരത്തെ ആ കുട്ടിയെ നമുക്ക് റീഫോം ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ കുട്ടികളിൽ ചില കഠിനമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ച് കൊണ്ടുവരണമെങ്കിൽ വലിയൊരു സാക്രിഫൈസ് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ചിലപ്പോൾ പേരൻ്റ് ഒന്ന് തോറ്റാലേ കുട്ടിയെ ചിലപ്പോൾ ജയിപ്പിക്കാൻ പറ്റിയെന്ന് വരുള്ളൂ. അതിന് നമ്മളൊന്ന് തോറ്റു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ നമ്മുടെ ഈ ഫോൾസ് ഈഗോയും അതുപോലെ തന്നെ ഒരു ഫോൾസ് പ്രസ്റ്റീജും ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ചിലർക്ക് വളരെ മോശമാണ്, കുട്ടികൾ കുറഞ്ഞ മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ മോശം. അങ്ങനെയല്ല, എൻ്റെ മകൻ സ്കൂളിൽ ഛർദ്ദിക്കുന്നൊരു കുട്ടിയായിരുന്നു. ആ ഛർദ്ദിൽ ഞാൻ അവിടെ ഇരുന്ന് കോരിയിട്ടുണ്ട്. എനിക്കൊരു വിഷമം അതിലുണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യമാണത്. കാരണം ഞാൻ വളരെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും എൻ്റെ മകൻ്റെ ആ സാഹചര്യത്തിൽ അവനോടൊപ്പം ഞാൻ ചേർന്ന് നിന്നു. അത് അവനെ റിഫോം ചെയ്യാനായിട്ടോ അവനെ പവർഫുൾ ആകാനായിട്ടോ അവനെ സഹായിച്ചു. കാരണം നമ്മൾ അവരെ ആ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, കുഞ്ഞുങ്ങളുടെ ഒരു വേദനയിൽ, കുഞ്ഞുങ്ങളുടെ ഒരു കുറവിൽ നമ്മൾ അവരോട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും അവർ വളർന്നു വന്ന് നമുക്ക് പിന്നെ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള, സമൂഹത്തിന് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള, കുടുംബത്തിന് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരാളായിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്യും. ഒരു സംശയ കാര്യത്തിൽ എനിക്കില്ല. ഒരിക്കലും അവരിലെ കുറവുകൾ വരുന്ന സമയത്ത്, അല്ലെ അവർക്കൊരു പ്രശ്നമുള്ള സമയത്ത്, ഇഫ് യു ആർ ദെയർ ഇൻ ദെയർ ഇഷ്യൂസ് നൗ, ഡെഫിനറ്റ്ലി നാളെ നമ്മുടെ ഇഷ്യൂസിൽ അവനുണ്ടായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ മോശപ്പെടുത്തി കളയരുത്. നോ ചൈൽഡ് ഈസ് എ യൂസ്ലെസ് ചൈൽഡ്. ഇൻഫാക്റ്റ് ഹി ഓർ ഷീ ഈസ് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കുട്ടിയുമില്ല. നോ ചൈൽഡ് ഈസ് എ കെയർലെസ് ചൈൽഡ്. ഹി ഓർ ഷീ ഈസ് കെയർഡ്ലെസ്. അവരെ ശരിക്കൊന്ന് നോക്കാമെങ്കിൽ, ശരിക്കൊന്ന് അവർക്ക് വേണ്ട ഒരു പരിരക്ഷ കൊടുക്കാമെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളിലൊന്ന് ഇടപെടാമെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് റീഫോം ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാൻ ഒരു സംശയമില്ല. ഒരിക്കലും കുട്ടികളെ മോശപ്പെട്ടവരാണ്, മണ്ടരാണ് എന്ന് പറഞ്ഞ് തരം താഴ്ത്താതിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അതിനൊക്കെ നല്ല ഗൈഡൻസ് എടുക്കുക. അവരുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക. നല്ലൊരു ഗൈഡൻസ്, പ്രോപ്പർലി പേരൻസ് ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കൗൺസിലറിനെയോ നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ റീഫോം ചെയ്യാമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളിൽ വലിയ പുരോഗമനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അധ്യാപകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുട്ടികളെ നശിപ്പിക്കരുത്. അവരെ വെറുതെ വിട്ടേക്കുക. അവരെ ലേബൽ ചെയ്യാനും അവരെ
അവരെ മോശമാക്കാനും ഒന്നും ശ്രമിക്കരുത്. ഇത്തരം കുട്ടികൾ ഈ പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ മുമ്പോട്ടായിരിക്കും. കളിക്കാൻ കഴിവുണ്ടെങ്കിൽ അവരെ കളിക്കാൻ വിട്, കലയിൽ കഴിവുണ്ടെങ്കിൽ അതിനും വിട്. അവർക്ക് കൂടുതൽ സോഷ്യലായിട്ട് സമൂഹത്തിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിലൊക്കെ അവരെ എൻകറേജ് ചെയ്യും. അപ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകുകയും ആ ആത്മവിശ്വാസം അവരുടെ ജീവിതത്തിലേക്ക് അവർ പകർത്തുകയും അത് അവരുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. എല്ലാ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കുട്ടിയെ പോലും അവഹേളിക്കാനോ ചെറുതാക്കാനോ മണ്ടനാണെന്ന് വിളിക്കാനോ നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകളുണ്ട്. എല്ലാ ജന്മത്തിനും ഒരു പർപ്പസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ നമുക്ക് കഴിയാത്തത് നമ്മുടെ അന്ധത കൊണ്ടാണ്. തീർച്ചയായിട്ടും അതില്ലാതെ ഒരു കുഞ്ഞും ഈ ലോകത്ത് ജനിക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.